പ്രൈസ് ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. യെശയ്യാ പ്രവചനം 46 അധ്യായം അതിൻ്റെ 19 വചനം ഒന്ന് വായിച്ചു നോക്കണേ. അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. ഇതാരാ പറയുന്നേ? നമ്മളുടെ അപ്പ, നമ്മളുടെ പപ്പ, ഫാദർ ഗാഡ് പറയാ, നമ്മളോട് മക്കളോട് പറയാ, എന്നെ പോലെ വേറെ ആരുമില്ല, ഞാൻ തന്നെ ദൈവം. ഇതിൽ കൂടുതൽ എന്നാ വേണം? നമ്മള് അവസാനിപ്പിക്കുമ്പോൾ നമ്മളെ അപ്പ തുടങ്ങും. പലപ്പോഴും നമുക്ക് വയ്യ, മടുത്തു എന്ന് പറഞ്ഞ് എല്ലാം അടച്ചു വെക്കുമ്പോൾ അപ്പ ആരംഭിക്കും. ലാസറിനെ കല്ലറയെ കൊണ്ടുവച്ചപ്പോൾ ആ കുടുംബം ഓർത്തു തീർന്നു. ഒരു ചാപ്റ്റർ ക്ലോസ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനിയും തിരിച്ചു ചെന്ന് പന്തലൊക്കെ അഴിച്ച് വീടൊക്കെ വൃത്തിയാക്കി ബാക്ക് ടു നോർമൽ ലൈഫ്. പക്ഷെ നോക്കിക്കേ, പ്രതീക്ഷയൊക്കെ അസ്തമിച്ച, ഇനിയും യാതൊരു പ്രത്യാശയും മുമ്പിലില്ലാത്തപ്പോൾ യേശുനാഥൻ അവിടെ വന്നു. എല്ലാം തീർന്നു, ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോഴാണ് കർത്താവിൻ്റെ കരം നീട്ടപ്പെടുന്നത്. എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും ജീവിതത്തിൽ ഭാരത്തിലായിരിക്കുന്നോ? ഇനിയും പറ്റത്തില്ല, ഇതോടെ നിർത്തിക്കളഞ്ഞേക്കാം, ഇനി ട്രൈ ചെയ്യ പോലും വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണോ? പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങൾ ഹെൽപ്ലെസ് ആയ ഈ നിമിഷം കർത്താവിൻ്റെ കരം നിങ്ങൾക്കായി വീര്യം പ്രവർത്തിക്കാൻ പോകുക. നിങ്ങൾ മതി കർത്താവെ മതി എന്ന് പറയുന്ന ഈ നിമിഷം അവിടുന്ന് നിങ്ങളുടെ കാലുകൾക്ക് വേഗത കൽപ്പിക്കുവാൻ പോകുകയാണ്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത അത്ഭുത കാര്യങ്ങൾ ചെയ്യുവാൻ സ്വർഗം നിങ്ങളെ അഭിഷേകം ചെയ്യുവാൻ പോവുകയാണ്. അത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചെയ്യുന്നിടത്ത് കർത്താവ് ബിഗൻ ചെയ്യും. ധൈര്യമായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, നല്ല വചനത്തിന് നന്ദി. അതെ, അങ്ങേപ്പോലെ ഒരുത്തനുമില്ല. അങ്ങയ്ക്ക് തരേണ്ടുന്ന മഹത്വം ഞങ്ങൾ അങ്ങയ്ക്ക് തന്നെ തരും. അതൊരിക്കലും മറ്റെങ്ങോട്ടും പോകത്തില്ല. We give all glory and honor to you, Lord. സ്തോത്രം, സ്തോത്രം. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, സകലതും അവസാനിച്ചു തീർന്നു എന്ന് പറയുന്ന നിമിഷം അങ്ങ് ചിലത് ആരംഭിക്കുന്നതിനായി നന്ദി. ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. ഞാൻ എൻ്റെ പ്രിയരെ എല്ലാം ബ്ലസ് ചെയ്യുന്നു. മഹത്വപ്പായ്ക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ അപ്പായെ പോലെ വേറെ ആരുമില്ല. നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ, എല്ലാം തീർന്നെന്ന് പറയുമ്പോൾ അപ്പ ആരംഭിക്കുക. ഇപ്പോൾ ചിലത് ആരംഭിച്ചു കഴിഞ്ഞു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 2 ദിവസം മെസ്സേജ് ഇട്ടില്ല, സോറി. ഒരു മെസ്സേജ് കാണാത്തപ്പോൾ നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കൊക്കെ ഒത്തിരി നന്ദി. ഇവിടെ ഒരു കോൺഫറൻസ് നടക്കുകയായിരുന്നു, ഒത്തിരി പാക്ഡ് ആയിരുന്നു, തിരക്കായിരുന്നു. മാത്രമല്ല എൻ്റെ കൂടെ ഒരു ചെറിയ പനിയും പിടിച്ചു. ഇപ്പോൾ ഒത്തിരി ബെറ്ററായി. കോൺഫറൻസും ഇന്നലെ കഴിഞ്ഞു. ദൈവം അനുവദിച്ച ഇന്ന് മുതൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്കൊരുമിച്ച് കാണാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. നിങ്ങളെ എല്ലാം ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ എന്നും പ്രാർത്ഥിക്കും റോസ് ഓഫ് ഷാരൺ ഫാമിലി. അതിലെ ഓരോ വ്യക്തികളും ഒരു നന്മയ്ക്കും മുടക്കമില്ലാതെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സമൃദ്ധിയും അനുഗ്രഹവും അനുഭവിച്ച് കർത്താവിനെ ഏറെ സ്നേഹിച്ച് നിത്യതയ്ക്കായിട്ട് ഒരുങ്ങുവാൻ ഹോളി സ്പിരിറ്റ് ബലപ്പെടുത്തണേ എന്ന് എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം, കർത്താവിനോടുള്ള സ്നേഹം അത് വർദ്ധിച്ചു വരട്ടെ. നിങ്ങളുടെ ഹൃദയം സമാധാനത്താലും സന്തോഷത്താലും നിറഞ്ഞു കവിയട്ടെ. നിങ്ങളുമായി സഹകരിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളൊരു ട്രൂ ബ്ലെസ്സിങ് ആണെന്ന് മറ്റുള്ളവർ പറയത്തക്കവണ്ണം കർത്താവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ബ്ലെസ് യു. നാളെ കാണാം.